എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഉള്ളിത്തീയലിൻ്റെ ആണ് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു കറിയാണ്. എന്നാൽ ഇപ്പോൾ നമ്മളുടെ ഊണുമേശകളിൽ നിന്നെല്ലാം ഈ കറി ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിത്തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ഉള്ളിത്തീയൽ ഉണ്ടാക്കാനായിട്ട് ഇത് 1/2 കിലോ ചുമന്നുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉള്ളി നമുക്കൊന്ന് നന്നാക്കിയെടുക്കാം. ഉള്ളിയെല്ലാം ഞാൻ നന്നാക്കി ഇതേ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതോടൊപ്പം 2 കതിർപ്പ് വേപ്പിലയും ഒരു 3 പച്ചമുളകും ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു മുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ എന്താ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ അതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് അതിൻ്റെ പച്ച മണം പോകുന്ന വരെ നന്നായിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ തേങ്ങയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. തീയൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഒരു ചീനച്ചട്ടി അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് ഒന്ന് പൊട്ടി വന്നപ്പോൾ 2-3 വറ്റൽ മുളക് ഇട്ടു ഒന്ന് വഴറ്റി. അതിനുശേഷം എന്താ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. വേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും കൂടി ഇട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർത്ത് അരയ്ക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാതെ ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഞാൻ അല്പം പുളി വെള്ളത്തിലിട്ട് നേരത്തെ വെച്ചേർന്നതാണ്. ഈ പുളിയുടെ വെള്ളവും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് ഞാനൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കറിക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ കറിക്ക് മധുരമൊന്നും ഉണ്ടാവില്ല, പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് ഈ കറി തിളച്ച് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. പണ്ടത്തെ ഈ കറികളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്